അസ്സലാമു അലൈക്കും. നമ്മുടെ മുറ്റത്ത് കടലാസ് ചെടികൾ പൂത്തിങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ വർഷമേ കടലാസ് ചെടികൾ ഇല്ലാത്തവർ ഈ വർഷമേ കമ്പ് കുത്തി മുളപ്പിച്ച് വെക്കണം. എവിടുന്നെങ്കിലും നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കിട്ടും. ആരടുത്തെങ്കിലും ചോദിച്ചാൽ ഒരു കമ്പ് തരും. ഞാൻ ഈ കമ്പ് ഇതെല്ലാം ഓരോരുത്തു നിന്ന് കൊണ്ടുവന്ന ബന്ധു വീട്ടുകളിലും എൻ്റെ വീടുകളിലും ഒക്കെ പോകുമ്പം കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുന്ന കമ്പുകളാണ്. അപ്പോൾ ഇങ്ങനെ മുറ്റം നിറച്ചും മതിലിൻ്റെ പുറത്തും റോഡിന് വെളിയിലും എല്ലാം റോഡ് സൈഡിലും എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം വീടും നല്ല ഭംഗി, അതാ കണ്ട നല്ല ഭംഗിയാണ്. അപ്പുറവും ഇപ്പുറവും അതിൻ്റെ പുറത്തെല്ലാം വെച്ചിട്ടുണ്ട്, താഴെയെല്ലാം വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിക്ക് ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു 1-2 കമ്പുകളൊക്കെ കുഴിച്ച് ഒരു 10 എണ്ണം കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 എണ്ണേ കിളിക്കത്തുള്ളൂ. അത് ഉറപ്പാണ്. അതാ ഞാൻ ഈ ഇതിനകത്തു നിന്നാണ് കമ്പെടുക്കുന്നത്. ഒരുപാട് വലിയ കമ്പൊന്നും വേണ്ട, ഒരിടത്തരം കമ്പ്, കനം കുറഞ്ഞതും കനം കൂടിയതും ഒക്കെ ഇതിനകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുക. പല സൈസ് കളറിൽ വെള്ളയുണ്ട്, മജന്ത, റോസ് എല്ലാം ഞാൻ മഞ്ഞ എല്ലാം ഉണ്ട്. അത് ഇതേമാതിരി കട്ട് ചെയ്ത് വെറും പോട്ടി മിക്സ് ഒന്നും തയ്യാറാക്കണ്ട. പിന്നെ ഒരു കാര്യം, ചൂല് നമ്മൾ തൂക്കുന്ന ഭാഗത്തോട്ട് വെക്കുകയോ ചെയ്ത് അനക്കം തട്ടരുത്. നമ്മുടെ പിന്നെ തണലത്ത് ഒരു ഒഴിഞ്ഞ കോണി കൊണ്ടുവെക്കണം. ആ ഭാഗത്ത് നമ്മൾ പോവരുത്, അവരെ അനക്കി കൊടുക്കരുത്. അതൊരു ടിപ്പാണ്. കടലാസ് ചെടി കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് പോയി നമ്മുടെ പിന്നെ തൂക്കുന്ന മിറ്റമൊക്കെ തൂക്കത്തില്ലേ, ആ ചൂലൊന്നും അതിനകത്ത് തൊടരുത്, അനക്കരുത്. നമ്മുടെ പിന്നെ പോകുമ്പോൾ ഭാഗം എങ്ങനെ ആയാലും നമ്മുടെ നൈറ്റി കൊണ്ടൊന്നും അത് അങ്ങനെ ആകുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോവും. എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇഷ്ടം പോലെ കമ്പ്, ഇത് ഇത്രയും കമ്പ് കുഴിച്ച് വെക്കാറുള്ള ഇതൊന്നും കിളിക്കത്തില്ല, ഒരു 4-5 എണ്ണം കിളിക്കുമായിരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം. ചുമ്മാതെ ഞാൻ ഇങ്ങനെ അങ്ങ് കുഴിച്ച് വെക്കും. പിന്നെ ഓരോ വർഷവും പോയി കുറയുമ്പം ഞാൻ കുഴിച്ച് വെക്കും. അടുത്ത വർഷത്തേക്ക് ചിലപ്പം ഇതങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ പിന്നെ വേറെ ചെടി വേണമല്ലോ. പൂക്കൾ വരുന്ന സമയത്ത് നല്ല ഭംഗിയില്ലേ കാണാൻ. മതിലിൻ്റെ പുറത്ത്, പിന്നെ മതിലിൻ്റെ റോഡിൻ്റെ സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട്. കനം കുറഞ്ഞ കമ്പാണ് ഏറ്റവും നല്ലത് കിളിപ്പിക്കാൻ. പിന്നെ കറ്റാർ വാഴപ്പോളയുടെ ജെല്ലിനകത്തും ഇത് കിളിപ്പിക്കുക, അങ്ങനെയും കിളിപ്പിച്ചെടുക്കാം. അതാണ്ട് ഈ അങ്ങനെ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ഇതിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതാ എൻ്റെ കിളിച്ച് വന്നതാണ്ട്. ഇതേമാതിരി ഒരു ഇതിലുണ്ട്. കവറിനകത്ത് വെച്ചതെല്ലാം പോയി, ഒരെണ്ണവും കിളിച്ചില്ല. ചെറിയ ചെടിച്ചട്ടിയിൽ വെച്ചത് ഇതേമാതിരി വേറൊരു ചെടിച്ചട്ടി, അത് ഞാൻ ചെടിച്ചട്ടിയിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചതാ. ഇതേമാതിരി പൂത്തൊലഞ്ഞ് നിൽക്കും നമ്മുടെ മിറ്റവും റോഡും എല്ലാം. അതിൻ്റെ പുറത്തും ഒക്കെ വെച്ചാൽ കണ്ട നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതെല്ലാം പൂക്കളെല്ലാം തീർന്നു. ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് പൂക്കൾ എല്ലാം കൊഴിഞ്ഞു പോവാറായി. ഒരുപാട് ദിവസം കൊണ്ട് നിൽക്കുന്നു ഈ പൂക്കൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ.